ഒരു മനുഷ്യൻ നന്നാവൽ എപ്പോഴാന്ന് ഇസ്ലാം പറയുന്നുണ്ട്. എപ്പോഴാ നന്നാവുക? ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ എന്ന് ഇസ്ലാം പറയണമെങ്കിൽ തർക്കുഹുമാലി, ആവശ്യമില്ലാത്ത കാര്യമെല്ലാം മാറ്റി നിർത്തണം. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത്. ഒരു ഉസ്താദ് മഹലിൽ നിന്ന് ഒഴിവായാലും എന്താ, അത് കമ്മിറ്റിക്കാർ തീരുമാനിച്ചോട്ടെ, നമ്മളെന്തിനാ അതിൽ ഇടപെടേണ്ടത്? അതിന് നമ്മൾ ഇടപെടേണ്ടത്. പക്ഷേ നമ്മളെ നാട്ടിലെ താത്താമാര് ആ വിഷയം ചർച്ചക്കെടുക്കും. എപ്പാ ചർച്ചക്കെടുക്കല്? റമദാനില് വനിതാ ക്ലാസ്സിന് വന്നാല്. അർണിന എന്ത് പോയി പോലും ആര് ആകാംക്ഷ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ മുറുക്കിയിടും. ഉസ്താദ് പോയതല്ല, ഒഴിവാക്കിയതാണ്. എന്താ കാരണം? തുടങ്ങും മുഗീബത്ത്. അരമണിക്കൂർ പറഞ്ഞ എന്റെ ഈ തുടങ്ങിയ പെണ്ണുങ്ങൾ എന്നെ പറയും, നല്ല സമയമായിട്ട് വെറുതെ ഫിത്തിനെയും ഫസാദ് പറഞ്ഞ സമാൻ കളയണ്ടല്ലോ. മുഴുവൻ നന്മകളും തീർന്നിട്ട് പെട്രോൾ എംറ്റി ആയി. പിന്നെ നിർത്തലല്ലാണ്ട്, വണ്ടി നിർത്തലല്ലാണ്ട് വേറെ പണിയില്ലല്ലോ. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ എനിക്ക് 6 കാര്യങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമനു ലി സിത്തൻ മിൻ അൻഫുസികും അൽമനു ലകുമുൽ ജന്ന. നിങ്ങൾ 6 കാര്യം എനിക്ക് ജാമ്യം നിന്ന് ഉറപ്പ് തന്നാൽ, വാക്ക് ഷുവർ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരും. പറയുന്നത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്ക് ലംഘിക്കാത്ത, കളവ് പറയാത്ത, അള്ളാഹു എല്ലാം നൽകിയ ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാ പറയണത്, ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും, നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാങ്ങിത്തരും. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. ഇങ്ങനെ നബി തങ്ങൾ പറയാറുണ്ട്, ഓരോരാള് സ്വർഗത്തിലാണ്. ഫാത്തിമ ബീവിനെ കുറിച്ച് പറഞ്ഞല്ലോ, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ. കണ്ടോ? പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ ലീഡറാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, എല്ലാവരും ചെറുപ്പക്കാരായിട്ട് തന്നെയല്ലേ സ്വർഗത്തിലുണ്ടായാലും, പിന്നെ ഇതിനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ നേതാവാണ് ഹസൻ ഹുസൈൻ തങ്ങൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഫത്താവ നവവിയിൽ റഹിമഹുല്ലാ, ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞല്ലോ, ചെറുപ്പക്കാരുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായിട്ട് മരിച്ച ആൾക്കാരുടെ ലീഡർ ഹസൻ ഹുസൈൻ തങ്ങളായിരിക്കും. പിന്നെ പ്രായമായിട്ട് ഈ മുസ്ലിം ജമാഅത്തിന്റെ പ്രായത്തിലൊക്കെ ആയിട്ട് മരണപ്പെട്ടവരാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ. പിന്നെ എല്ലാവരുടെയും ടോട്ടൽ നേതാവാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അറബി വമിൻ അജമി. എല്ലാവരുടെയും നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളാ പറയുന്നത്. എത്ര ആൾക്ക് തങ്ങൾ അങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ട്, അൻത മിൻ അഹ്ലിൽ ജന്ന, നീ സ്വർഗത്തിലാണ്. എത്ര ആളോട് തങ്ങൾ പറയാറുണ്ട്. അത് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു സ്ഥാനാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ, പാതിരാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ടു കൊടുത്ത സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. ഈ പാതിരാത്രി കഷ്ടപ്പെട്ടിട്ട് വുളു എടുക്കാനുള്ള വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ ഇത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്റെ ശിഷ്യൻ, എന്റെ സ്വഹാബി വലിയ ത്യാഗം സഹിച്ചല്ലോ എന്ന് ഓർത്തിട്ട് തങ്ങൾ എന്നെ ഒരു സമ്മാനം കൊടുത്തു. എന്താ സമ്മാനം എന്നറിയോ? സല്ലി യാ റബീഅ, സല്ലി യാ റബീഅ, റബീഅത്തെ മോൻ എന്തും ചോദിച്ചോളി. എന്തെന്നില്ല, എന്തും ചോദിച്ചോളി. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, എന്തും കൊടുക്കാനുള്ള അർഹത ഉള്ളതുകൊണ്ടാണ് തങ്ങൾ ധൈര്യത്തിൽ അങ്ങനെ പറഞ്ഞത്. എന്തും ചോദിച്ചോളി. ബുദ്ധിമാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ചോദിച്ചു. എന്താ ചോദിച്ചേ? സ്വർഗം. അതിപ്പോ എല്ലാ സ്വഹാബിമാരും സ്വർഗത്തിൽ തന്നെയല്ലേ, സ്വർഗം എന്തായാലും കിട്ടുമല്ലോ അല്ലേ. എന്താ ചോദിക്കാം? നമ്മളാണെങ്കിൽ എന്താ ചോദിക്കാം? ദുനിയാവിന്റെ എന്തെങ്കിലും ചോദിക്കും. റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചെന്താ അറിയോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ തങ്ങളെ കാണുന്ന വിധത്തിൽ ഒരു സ്വർഗ സീറ്റ് കിട്ടണം. അല്ലാതെ തങ്ങളെ കൂടെ സ്വർഗത്തിൽ അതേ സ്ഥാനം ലോകത്ത് ഒരു നബിക്ക് പോലും കിട്ടൂല, എന്നിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് കിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ആരും എത്തൂല. അതെങ്ങനെ തന്നെ? അപ്പൊ നബി തങ്ങളെ കൂടെ സ്വർഗത്തിൽ എത്തിക്കണേ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം നബി തങ്ങളെ കാണുന്ന വിധത്തിൽ സ്വർഗത്തിൽ ഒരു സീറ്റ് തരണേ. തങ്ങളെ കാണുന്നു എന്നതുകൊണ്ട് തങ്ങളുടെ വീടിന്റെ അടുത്താണ് നമ്മളും തങ്ങളും ഒന്നിച്ചിരിക്കുകയാണ് എന്നൊന്നും അതിനർത്ഥം വെക്കരുത്. ഒരാളെ കാണുന്നു എന്ന് വിചാരിച്ച അടുത്താണെന്നുണ്ടാ. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് മഞ്ചേശ്വരത്താണ്. ഇത് കർണാടകയാണോ കേരള ആണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുള്ള സ്ഥലമാണ് അല്ലേ? ഇതേ നിങ്ങൾ പകല് നോക്കുമ്പോ സൂര്യനെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ നോക്കുമ്പോൾ സൂര്യനെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അതുകൊണ്ട് സൂര്യനെ രണ്ടാളും കാണുന്നുണ്ട് എന്ന് വെച്ചിട്ട് രണ്ടാളും അടുത്തുനിന്ന് അർത്ഥം അല്ലല്ലോ. അല്ല. അതേപോലെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗത്തിൽ കാണുന്നു എന്നതുകൊണ്ട് അയാൾ നബി അടുത്താണെന്ന് വിചാരിക്കരുത്. മനസ്സിലാകുന്നുണ്ടാ പറയുന്നത്? ഉണ്ടാ? ഓക്കെ. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തും കൊടുക്കാനുള്ള അർഹത അള്ളാഹു കൊടുത്തിട്ടുണ്ടെന്ന് റബിയത്ത് ബിൻ കഅബുൽ അസ്ലമി തങ്ങളോട് തങ്ങൾ പറഞ്ഞ എന്തും ചോദിച്ചോളി മോനെ എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുന്നു. ആ തങ്ങളാ പറയണത് ഇൽമനൂലി സിത്തം മിൻ അൻഫുസികും അളുമനു ലകുമുൽ ജന്ന. നിങ്ങൾ 6 കാര്യം എന്നോട് വാക്ക് തരികയാണെങ്കിൽ, കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ, ജാമ്യം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരും. 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. ആരോ അടുത്തേക്ക് കൊണ്ട് ചായ വെള്ളം കുടിക്കണ്ടോ? ആരോ? ഇല്ലല്ലോ. ഇല്ല. ഒന്നാമത് ഈ സ്റ്റേജ് മുന്നിൽ എല്ലാം കാണും, അതാ വലിയ പ്രശ്നം. എന്താ ചെയ്യാ? വിഷയത്തിലേക്ക് വരാം. 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറയണം. അതാണ് ഒന്നാമത് എനിക്ക് വാക്ക് തരേണ്ടത്. ആരോടും കളവ് പറയാൻ പാടില്ല. തമാശക്ക് പോലും കളവ് പറയരുത്. കളവ് പറയുന്നതിനനുസരിച്ച് ഒരാളുടെ ജീവിതത്തിലുള്ള ബർക്കത്ത് നഷ്ടപ്പെടും. സമ്പത്തില്, മക്കളിൽ, കുടുംബത്തിൽ, ആയുസ്സിൽ, സമയത്തിൽ, ഇതിലൊക്കെ ഉള്ള ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു തെറ്റാണ് കളവ് എന്ന് പറയുന്നത്. മോഷണം നടക്കുന്ന വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല. മോഷണം നടത്ത ആളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല. അതൊരു കള്ളപ്പണിയാണ്. കളവ് പറയാൻ പാടില്ല. തമാശക്ക് പോലും കളവ് പറയും. കുട്ടികളോടും കളവ് പറയരുത്. എനിക്കിതാ മിഠായി തരാല, വാ വാ എന്ന് പറഞ്ഞിട്ട് ഓനെ വേറെന്തോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. കളവാണ്. ഒരാടിനോട് ഇല കാണിച്ചിട്ട് പറ്റൂല. ആ ഇല കൊടുക്കുകയാണെങ്കിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കളവാകും. അത് കളവ് എന്നുള്ളത് വാക്കിൽ മാത്രമല്ല, പ്രവർത്തനത്തിലും ഉണ്ടാവും കള്ളത്തരങ്ങൾ. കളവ് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, നബിയെ, മുഅ്മിനായ മനുഷ്യൻ പിശുക്കനാവോ? തങ്ങൾ പറഞ്ഞാ ചിലപ്പുണ്ടാവും. ചില മുഅ്മിനീങ്ങളിൽ ഒന്നും സദഖയൊന്നും ചെയ്യാത്തവർ. അതുകൊണ്ട് ഒരു മുഅ്മിനല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ മുഅ്മിനായ മനുഷ്യൻ പിശുക്കനൊക്കെ ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യൻ ഭീരുവാവോ എന്ന് പറഞ്ഞാൽ പേടിയുള്ള ആളാവോ? ഭയങ്കര പേടി. ഉമ്മ എന്താ മോനെ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, ഉമ്മ ഒന്ന് ഇവിടെ കൂട്ടിന് നിൽക്കാവോ? എന്തിന്? ഉമ്മ റൂമിലുണ്ടോ, നീ പോയി മൂത്രമൊഴിച്ചോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ല എന്ന് പറയും, പേടിച്ചിട്ട്. അതുകൊണ്ടോ മുഅ്മിനല്ല എന്നർത്ഥം? അങ്ങനെ അർത്ഥമുണ്ടോ? ഇല്ല. മുഅ്മിനായ മനുഷ്യന് പേടി ഉണ്ടാവാം, അതുകൊണ്ടോ മുഅ്മിനല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ പേടിയുള്ള ആളാവോ? ആ പേടിയുള്ള ആളാവോ. മുഅ്മിനായ മനുഷ്യൻ പിശുക്കനാവോ? ഓ മുഅ്മിനായ മനുഷ്യൻ പിശുക്കനാവും, ചിലപ്പോ ഉണ്ടാവും. അടുത്ത ചോദ്യം, നബിയെ, മുഅ്മിനായ മനുഷ്യൻ കളവറിയോ? അതുണ്ടാവില്ല. മുഅ്മിന് കളവ് അറിയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭയങ്കര വാക്കാണ്. മുഅ്മിന് കളവ് പറയൂല. കളവ് പറയരുത് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് തോന്നുന്ന നിസ്സാരമായ കാര്യമാണ് ഉസ്താദ് അയാൾ പറയണത്, നമുക്കൊക്കെ അറിയുന്നതാണെന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നും. പക്ഷേ ആ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. കളവ് ഒരു നിലക്ക് നമ്മളെ ജീവിതത്തിൽ വരാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ വാക്കിൽ, പ്രവർത്തനത്തിൽ. കളവ് പ്രചരിപ്പിക്കരുത്. വാട്സപ്പിലും മറ്റൊക്കെ ഇങ്ങനെ പറയാം,
ഇന്നാൽ ഇന്ന സാധനം തിന്നാൽ ക്യാൻസർ വരും എന്നിട്ട് ഏതെങ്കിലും ഒരു പലഹാരത്തിനെ പരിചയപ്പെടുത്തുക. നിനക്കായിരുന്നു അത് കിട്ടിയത്, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ്, നിനക്കറിയാം അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ അല്ലയോ? അറിയില്ല, പറയുന്ന കിട്ടിയാണ്. പറ്റൂല.